പാർട്ട് 2 സ്വാഗതം. പാർട്ട് 2 ബനാനയെല്ലാം ഞാൻ ഈ പഴമെന്ന വാക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ബനാന എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴമെല്ലാം ഫ്രീസായിട്ടുണ്ട്, കട്ടയാക്കിയിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചിട്ട് കണ്ടാൽ ഫ്രീസായെന്ന് തോന്നും, അല്ലെങ്കിലും അത് ഫ്രീസാണ്. അയ്യോ, പാലുണ്ട് ഗൈസ്. അപ്പോൾ പാലും ഫ്രീസായിട്ടുണ്ട്. നല്ല കട്ടയാണ് കേട്ടോ, ഞാൻ ഈ കാണിക്കാവേ കട്ടയാണോ. അണ്ടേ കട്ടയാണ്, തണുക്ക്. അപ്പോൾ ഗൈസ് പാലും പഴവും കട്ടയായിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ വേണ്ടത് അടിക്കുന്ന ജാറാണ്. ഐസ്ക്രീം അടിക്കുന്ന ജാറാണ്. ജാർ എടുക്കുക. ഇത് ഐസ്ക്രീം അടിക്കുന്ന ജാറാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഈ പഴം ഇടണം. അതിന് മുമ്പേ ഈ സാധനം എടുക്കണം. ഇതെന്താണ്, ജ്യൂസ് അടിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ജ്യൂസ് അല്ല, ഐസ്ക്രീമാണ് വേണ്ടേ. അതുകൊണ്ട് അതവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ജാറിനകത്തോട്ട് ഈ പഴങ്ങളിടണം. ഞാൻ കാണിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ടിട്ട് വരാവേ. അപ്പോൾ ഗൈസ് പഴമെല്ലാം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം ഫ്രീസ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും, അത് സ്വാഭാവികം. അതുകൊണ്ട് ഇത് പഴമിട്ട പാത്രമാണ് ഗൈസ്. പിന്നെ പാത്രം കഴുകാൻ മറക്കില്ല, കഴുകിയിട്ട് വരാം. ഇതിനകത്തോട്ട് പാലൊഴിക്കേണ്ട കാര്യം അമ്മയോട് ചോദിക്കാം ഗൈസ്. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ടൊരു സാധനം കാണിക്കാവേ. ഇത് കണ്ടിട്ട് നോർമൽ ഇന്ത്യൻ കോയിൻ പോലെ തോന്നും, പക്ഷേ ഇത് ഇന്ത്യൻ കോയിൻ അല്ല ഗൈസ്. യുണൈറ്റഡ് അറബ്, എൻ്റെ കൈ വരയ്ക്കുന്നു. ഇത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെയാണ്. ഇത് അമ്മ ഇപ്പോൾ എൻ്റെ കൈ തന്നതാണ്. ഇത് അമ്മയുടെ മെഷീനകത്തുനിന്ന് കിട്ടിയതാണ്. വാ, ഇത് ഗൾഫിൽ നിന്നു. ഈ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മുമ്പേ. നിങ്ങളിതിന് മുമ്പേ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് എനേബിൾ ആക്കാൻ നോക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഗൈസ്, ഇത് അറബ് എമിറേറ്റ്സ് ആണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കോയിൻ എൻ്റെ കോയിൻ ശേഖരണത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് എത്രയാണ് സംഖ്യയെന്ന് എനിക്ക് മനസ്സിലായി. 10 ഇത്. അപ്പം ഇത് നമുക്ക് കൊണ്ട് ഒരു സീക്രട്ട് സ്ഥലത്ത് കൊണ്ടുവെക്കാം ഗൈസ്. ആരും എടുക്കാത്ത ഒരു സീക്രട്ട് സ്ഥലം ഇവിടെ വെച്ചാൽ ഓക്കെ. ഇനി നമുക്ക് മിൽക്കിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഗൈസ് അമ്മ പാലൊക്കെ കട്ട് ചെയ്യുവാണ്. അത്രയ്ക്ക് കട്ടയായിരുന്നു ഗൈസ്. ഇനി പാലിട്ടിട്ട് കാണിക്കാം. എന്നാ വേണ്ടല്ലേ, അത്രയ്ക്കും കട്ടയായിരുന്നു ഗൈസ്. ഇത് അടിച്ചെടുക്കാൻ എത്ര സമയം എടുക്കുമെന്നറിയില്ല. ഞങ്ങൾ ചോക്ലേറ്റ് സിറപ്പ് ഇടുന്നില്ല, കാരണം എനിക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇഷ്ടമല്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അടിച്ചെടുക്കുമ്പോൾ. ഷേക്കാണ് ഈ സാധനം, പക്ഷെ ഐസ്ക്രീം ഇല്ല. അപ്പം അത് ഐസ്ക്രീം ആക്കണമെങ്കിൽ കട്ടയാക്കണം. ആദ്യം ഇത് അടിച്ചെടുക്കണം ഗൈസ്. ഇനി ഇത് എവിടെ ഏത് പഞ്ചസാര ഇടണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എൻ്റെ. 1 2 3. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് 4 ടേബിൾ സ്പൂണാണ്. പാലിൻ്റെ കൂടെ പഴം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മധുരം കുറയും. പഴത്തിന് മധുരം ഉണ്ടെങ്കിലും ഇത്രയൊക്കെ മധുരം വേണം. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, 4 ടേബിൾ സ്പൂണാണ് നല്ല അളവ്. നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഇടാം. അപ്പോൾ ഇതെല്ലാം അരച്ചെടുക്കേണ്ട കാര്യമാണ്. ഇനി ഗൈസ് നമ്മളിത് അരച്ചെടുക്കുന്നു. അപ്പോൾ ഗൈസ് ഇത് അരച്ചെടുക്കുവാണ്.
കാണാവേ. എന്നാ വേണ്ട. അപ്പോൾ അരച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിനി നോക്കാം. ഓ, അമ്മ ഇതെടുത്തോണ്ട് പോയി ഗൈസ്. നമുക്കിനി അത് പാത്രത്തിൽ വയ്ക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന്. കട്ടപ്പാൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം അലിഞ്ഞു. ആ കട്ടപ്പാൽ ഞെക്കി ശരിയാക്കുവാണ് ഗൈസ്. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊരു സംശയം. അപ്പോൾ ഈ സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ അടിക്കാനുണ്ട്. ബാ. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്വാദിഷ്ടമായ ബനാന ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേക്കാണ്, ഐസ്ക്രീം ആകണ്ടേ. ഇത് വളരെ സിമ്പിളായ 3 ഇൻഗ്രീഡിയൻറ്റ് ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ ഇപ്പോഴേ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നില്ല. കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കുറേ ഉണ്ട്. കുറച്ചേ ഉണ്ടെന്ന് തോന്നും. പക്ഷേ കുടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇത് ഐസ്ക്രീമാണ് ഗൈസ്. ഇപ്പം തൽക്കാലം നമുക്ക് ഐസ്ക്രീമിന് വരെ ഷേക്കാക്കി കുടിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഇപ്പം ഷേക്ക് പോലെ കുടിക്കാവുന്നതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഐസ്ക്രീം ആക്കാനായിട്ട് ഇതിനകത്ത് വേറെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഷേക്ക് പോലെ ഇത് കുടിക്കാം. വാ. ടിങ് 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 ടിങ്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ഐസ്ക്രീം ഷേക്ക്. എന്നാ നിങ്ങൾ കുടിച്ചോ? നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ടതാണ്. ഇനി ഗൈസ്, ഞാൻ എങ്ങനെയാണ് ഈ ഐസ്ക്രീം ഷേക്ക് അല്ലെങ്കിൽ ബനാന ഐസ്ക്രീം അല്ലെങ്കിൽ ബനാന ഐസ്ക്രീം ഷേക്ക് അങ്ങനെ ഇരുമ്പണം ഇതിലോട്ട് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഐസ്ക്രീമായിട്ട് അതായിട്ട് നമുക്ക് കാണിക്കാം. 3ാമത്തെ പാർട്ടിൽ ഞാൻ ചുമ്മാ ഒരു മാംഗോ ബാർ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മാംഗോ ബാർ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാമെന്ന്. ഞാൻ നോക്കി, വീട്ടിൽ ഫുള്ളും നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, ഒരു ഫ്രൂട്ടും കിട്ടിയില്ല. നോക്കിയപ്പോൾ പഴം ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു പഴം വെച്ച് വല്ലതും ഫ്രൂട്ട്സിന് ഒരു ഐസ്ക്രീം വല്ലതും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ. അപ്പോൾ പഴം വെച്ച് 3 ഇൻഗ്രീഡിയൻ്റ് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാമെന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു അമ്മ അരച്ച് തരാമെന്ന് പറഞ്ഞു, ബാക്കിയെല്ലാം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മ അരച്ച് തന്നു. അതിന് മുമ്പേ ഞാൻ പഴമെല്ലാം എടുത്ത് ഫ്രീസർ വെച്ചു. നിങ്ങൾക്ക് റെസിപ്പി കാണാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴമൊക്കെ ഫ്രീസറിൽ എടുത്ത് വെച്ചു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അരച്ചു. അതുകൊണ്ട് ഫ്രീസർ വെച്ചു. എന്നിട്ട് അത് ഐസ്ക്രീമായി ഞാൻ കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തുടങ്ങിയത് മാംഗോ ബാർ തീരുന്നപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് കൊതി കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ അപ്പം പാർട്ട് 2, അതായത് നിങ്ങൾക്ക് ഈ ഷേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഈ റെസിപ്പിയൊക്കെ ഉപകരിച്ചിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം ഒരു ലൈക്ക് അടിച്ചോ സബ്സ്ക്രൈബ് അടിച്ചോ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി പാർട്ട് 3 കാണാം. ബൈ.